കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങൾ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ എസ്പെഷ്യലി നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് എന്തെല്ലാം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചും നമ്മുടെ ഡയറ്റിൽ വരുന്ന വ്യത്യാസങ്ങളും ഒക്കെ. ഇത് നമ്മളുടെ പ്രഗ്നൻസിയെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏകദേശം പ്രഗ്നൻസി ട്രൈ ചെയ്ത് വെക്കുന്നവർ അവരുടെ ഭക്ഷണ രീതികളിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ പലതും കൊണ്ടും പ്രഗ്നൻസി നീണ്ടുപോകുന്ന ആളുകളുണ്ട്. ഒരുപാട് തവണ ഗൈനക്കോളജിസ്റ്റിനെയും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയും IUI പോലുള്ള ട്രീറ്റ്മെന്റ്സും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുട്ട കഴിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക കേട്ടോ. മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അതുപോലെ ഇപ്പൊ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇതിലടങ്ങിയിട്ടുള്ള omega-3 കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും മറ്റുള്ള വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒന്നാണ്. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള വേയിലൂടെ അല്ലാതെ നിങ്ങൾ മുട്ട എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവുന്നതിനും സ്റ്റിൽ ബർത്ത് ഉണ്ടാവുന്നതിനും ജനിക്കുന്ന കുഞ്ഞിന് ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവുന്നതിനും അത് കാരണമാവുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. സാധാരണയായിട്ട് നമ്മൾ മുട്ട എടുക്കുന്നത് ഏതെല്ലാം ഫോമിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. പുഴുങ്ങി കഴിക്കാറുണ്ട്, ബുൾസൈ കഴിക്കാറുണ്ട്, ഓംലെറ്റ് അടിക്കാറുണ്ട്. ഇങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മൾ മുട്ട ഉപയോഗിക്കുന്നത്. ഇതില് ബുൾസൈ നമ്മൾ എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങൾ പുഴുങ്ങിയിട്ട് മുട്ട എടുക്കുമ്പോഴോ അത് ഫുള്ളായിട്ട് കുക്ക്ഡ് ആയിട്ടില്ലെങ്കിൽ, അതായത് അതിന്റെ മഞ്ഞ ഒന്ന് സ്റ്റേബിൾ ആയി നിൽക്കുന്ന പൊസിഷനിലാവാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പൊസിഷനിലാണെങ്കിൽ അത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള എഗ് ആണ്. മുട്ട കൂടുതലായിട്ട് കുക്ക് ആയിട്ടില്ല എങ്കിൽ, അതായത് പെർഫെക്റ്റ്ലി മുട്ട കുക്ക് ആയിട്ടില്ലെങ്കിൽ അതിൽ സാൽമോണല എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത് മനുഷ്യരിൽ ഫുഡ് പോയിസൺ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുന്നു. ഫുഡ് പോയിസൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, ക്രാംസ് ഉണ്ടാവും, ഡയറി ഉണ്ടാകും. എന്നാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ മുട്ട പുഴുങ്ങി കഴിക്കുമ്പോഴേക്കും അത് വേഗാത്ത ഫുള്ളി കുക്ക്ഡ് ആവാത്ത മുട്ടയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബുൾസൈ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞിന് ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. അത് മാത്രമല്ല പ്രീടേം ബർത്ത് ഉണ്ടാവുന്നതിനും, അതായത് നമ്മുടെ വയറ്റിൽ വെച്ച് തന്നെ നേരത്തെ തന്നെ പ്രസവം, ഡ്യൂ ഡേറ്റിനേക്കാളും മുൻപ് തന്നെ പ്രസവം ഉണ്ടാവുന്നതിനും ചില കേസുകളിൽ ചിലർക്ക് മിസ്കാരേജ് ഉണ്ടാവുന്നതിനും അത് കാരണമാവുന്നു. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒട്ടും തന്നെ ചെയ്യാതിരിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ള ഒന്നാണ് പാൽ എന്ന് പറയുന്നത്. ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് പാൽ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡയറ്റിൽ ഇംപ്രൂവ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചേഞ്ചസ് ആണ് പാല് കുടിക്കുക എന്നുള്ളത്. ഈ പാലിൽ കാൽസ്യം ഉണ്ട്, വിറ്റമിൻ D ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, വിറ്റമിൻ A ഉണ്ട്, വിറ്റമിൻ B ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള രീതിക്ക് എടുക്കുകയാണെങ്കിൽ, നല്ലതുപോലെ തിളപ്പിച്ചിട്ടുള്ള പാലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെ അല്ലാത്ത രീതിക്ക് നമ്മൾ പാല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ബാക്ടീരിയകൾ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമാവുന്നു. അതായത് സാൽമോണല, ടോക്സോപ്ലാസ്മോ, അതുപോലെ ലിസ്റ്റീരിയ, ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകൾ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഇത് കാരണമാവുന്നു. ഇത് നേരത്തെ മുട്ടയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനും ഏർലി സ്റ്റേജിൽ തന്നെ ഇത് എടുക്കുമ്പോഴേക്കും നമുക്ക് മിസ്കാരേജ് ഉണ്ടാവുന്നതിനും കെമിക്കൽ പ്രഗ്നൻസീസ് ഉണ്ടാവുന്നതിനും കാരണമാവുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിന്റെ ഒരു യൂസേജ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള ബർത്ത് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ റോ മിൽക്ക് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നത് ഷേക്സ് കുടിക്കുമ്പോഴൊക്കെയാണ്. നമ്മൾ ഷേക്സ് കുടിക്കുന്നവരിൽ പലരും, നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഷേക്സ് കുടിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് തിളപ്പിച്ചിട്ടുള്ള ഒരു പാലിൽ അടിച്ചിട്ടായിരിക്കില്ല അവർ ഷേക്ക് തരുന്നത്.
ഇപ്പോൾ ഈവൻ വീട്ടിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തിളപ്പിച്ച ഒരു പാലിലായിരിക്കില്ല ഷേക്സ് ഉണ്ടാക്കി കുടിക്കുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. എസ്പെഷ്യലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾക്ക് നല്ലതല്ല. അതുകൊണ്ട് ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിത് മാറ്റുക. നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഈ ഒരു ഡയറ്ററി ചേഞ്ചസ് ഒക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാത്തത് കേട്ടോ. ആ കാര്യം കൂടി മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ആണ്. നമ്മളിപ്പോൾ മാംസം പല രീതിക്ക് നമ്മൾ കഴിക്കാറുണ്ട്. ഇപ്പോൾ ബീഫ് ആണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡക്കിന്റെ ആണെങ്കിലും അങ്ങനെ പല രീതിക്ക് നമ്മൾ മീറ്റ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്താറുണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടില്ല എങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ 2 കേസിലും പറഞ്ഞതുപോലെ തന്നെ ബാക്ടീരിയാസ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഇത് കാരണമാവുന്നു. ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ്, അതായത് മുഴുവനായിട്ട് വേവിക്കാത്ത മാംസം കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഐ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുന്നു. അതുപോലെ മിസ്കാരേജ് ഉണ്ടാവുന്നതിനും അത് കാരണമാവുന്നു. ചില ആളുകളുണ്ട് ബീഫൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറച്ചികളാണെങ്കിൽ തന്നെ നല്ലതുപോലെ വെന്ത് അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ ചവച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് ഫുള്ളായിട്ട് അങ്ങോട്ട് കുക്ക്ഡ് ആവാതെ ആ ഒരു രസം അറിഞ്ഞ് ചവച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ശരിക്കും അങ്ങനെയുള്ള രീതിക്കൊക്കെ നമ്മളെ മീറ്റ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇത്തരത്തിലെ ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നതിന് കാരണമാവുന്നു. ഇവൺ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഫുള്ളി കുക്ക്ഡ് അല്ലാത്ത രീതിക്ക് കഴിക്കുന്നത് മിസ്കാരേജ് ഉണ്ടാവുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരുപാട് ന്യൂസസ് കേൾക്കുന്നില്ലേ, കുഴിമന്തി കഴിക്കുന്നതുകൊണ്ടും ഷവർമ കഴിക്കുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് ഹോസ്പിറ്റലിലാവുന്നു, ഇങ്ങനെയുള്ള ന്യൂസസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കും സംഭവിക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മിസ്റ്റേക്സും നമ്മൾ പുറത്തുപോയി ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചെയ്യുന്ന പല മിസ്റ്റേക്സും കൊണ്ട് നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നതിന് അത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. മുട്ട ചുരുങ്ങിയത് നിങ്ങൾ പുഴുങ്ങിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും നല്ലതുപോലെ അത് വെന്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ഉപയോഗിക്കുക കേട്ടോ. സ്ത്രീകളിൽ മാത്രമല്ല ഇത് ബാധകമായിട്ടുള്ളത്. സ്ത്രീകളിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പുരുഷന്മാരിലും ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കൃത്യമായിട്ട് ഗ്രോത്തും ക്വാളിറ്റിയും ഉള്ള ഒരു സെമൻ ഉണ്ടെങ്കിൽ അവിടെ പ്രഗ്നൻസി നമുക്ക് പോസിബിൾ ആവുകയുള്ളൂ. പുരുഷന്മാരും ഇത്തരത്തിൽ ബുൾസൈ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷേക്സ് ഒരുപാട് കുടിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാംസം നമ്മൾ കൂടുതൽ ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ 100% ഇത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്ററിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടും തന്നെ കമന്റ്സിൽ ചോദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെയിൽ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.